my head again. You had your heart set on me, but these feels they come and go, and they come so easily. ഹായ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. എവിടേക്കാണ് പോകുന്നത്? വേളാങ്കണ്ണി. അങ്ങനെ വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു 500 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 140 കിലോമീറ്റർ പിന്നിട്ടു. പൊള്ളാച്ചി ഭാഗത്താണ്. നല്ല വിൻഡ് മിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതുണ്ടോ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഞങ്ങളൊന്ന് ഇറങ്ങി കയറി. കാരണം കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറായിട്ട് ഇങ്ങോട്ട് ഒരേ ഇരിപ്പിൽ പോകുന്നതാണ്. അമ്മയുണ്ട്, അനോറ, ലിവിൻ, പിന്നെ ഞങ്ങൾ. ഓക്കെ, അപ്പോൾ വിശേഷങ്ങൾ വഴിയെ കാണാം. രാവിലെ തന്നെയുള്ള ട്രാഫിക് ഒഴിവാക്കുന്നതിനും പിന്നെ മാക്സിമം ദൂരം കവർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഏർലി മോർണിംഗിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കൂടുതൽ ദൂരം ആ സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. വലിയ ഇതിപ്പോൾ സ്ട്രൈറ്റ് നല്ല റോഡായതുകൊണ്ട് നല്ല മൈലേജൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു 23 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 140 മേലെ കിലോമീറ്റർ ഓടി. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കി നിർത്തണം. ഇത് നല്ല റോഡാണ്. നമ്മൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ ഇവർ നിർത്താൻ തോന്നില്ല. നല്ലൊരു ആ ഒരു സ്പീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവാം. പിന്നെ എങ്ങനെയുണ്ടാ? കുഴപ്പമില്ലല്ലോ യാത്ര? അമ്മ വേണമെങ്കിൽ അവനെ എണിപ്പിച്ചോ. ഇത് കണ്ട, ഇത് നമ്മളെ ഇവിടെ പോകുമ്പോൾ നല്ലൊരു റൂട്ടത്. ഈ ഒരു സ്ഥലം ഈ കാറ്റാടികളൊക്കെ ഉള്ളതുണ്ട്. പിന്നെ നല്ലൊരു പച്ചപ്പാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നത് നല്ല പച്ചപ്പായിരിക്കും. പോണ വഴിക്ക് ഇങ്ങനെ ഉണ്ടോ, ഇവിടെ നല്ല കൃഷി സ്ഥലങ്ങളാണ്, കൃഷികളും കാര്യങ്ങളൊക്കെ. ഇത് എന്തോ പച്ചക്കറിയാണ്. മുന്തിരി തോട്ടം പോലെ കണ്ടിട്ട് നോക്കിയതാണ്, പക്ഷെ അതെന്തോ പച്ചക്കറിയാണ്. ഈ പോകുന്ന റൂട്ടിലാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് കൊടൈക്കനാൽ മലനിരകളാണ്. കാരണം പളനിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് കൊടൈക്കനാൽ വരുന്നത്. ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഗൂഗിൾ അമ്മായി പറയണ പോലെയാണ് പോകണത് കേട്ടോ. വേളാങ്കണ്ണിയിൽ പോകുന്നവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ ഒരു 5 മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു വൈകുന്നേരം മാക്സിമം ഒരു 5 മണിയോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഏറെ വൈകി പോയ ഒരു 6 മണി, ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. കാരണം തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ റോഡുകളൊക്കെ നല്ലതാണ്. അതെ, അങ്ങനെ നമ്മൾ പോയി ട്രിച്ചി ബൈപ്പാസ് വഴി ഇങ്ങനെ പാസ്സായോണ്ടിരിക്കുക. ഇപ്പം ഏകദേശം 340 കിലോമീറ്ററോളായി. ഇനി ഒരു 160 കിലോമീറ്റർ കൂടി ഉണ്ട്. ടേബിൾ ഉറങ്ങി. അമ്മയ്ക്ക് ഉറക്കമില്ലല്ലോ? നീയോ? കുഴപ്പമില്ല. അനോറ ഒരു ഉറക്കം കഴിഞ്ഞു അല്ലേ? സുഖമായില്ലേ ഇപ്പോൾ? ഓക്കെ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ലോങ് ഡ്രൈവാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി ഇറങ്ങിയിട്ടൊക്കെയാണ് പോരുന്നത്. അതുകൊണ്ട് വലിയ ക്ഷീണമില്ല. പിന്നെ റോഡും സൂപ്പറാണ്. ഇപ്പം നമ്മൾ ട്രിച്ചി ബൈപ്പാസിലാണ്. ഏകദേശം ഒരു 350 കിലോമീറ്ററായി. അപ്പോൾ കരിമീൻ വേണ്ടി നിർത്തുക. പിന്നെ ഒന്ന് ഇറങ്ങി കയറാമല്ലോ. കാരണം ഇങ്ങനെ ഇരുന്ന് മടുത്തു പോകും. അപ്പോൾ ആ കരിമീൻ ജ്യൂസ് അടിച്ച് യാത്ര തുടങ്ങി. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വഴിയിൽ ഫ്രൂട്ട്സ്, കരിമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു രസമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. ഇത് നല്ലൊരു ഗ്രാമപ്രദേശത്ത് എവിടെയാട്ടോ പോണേ? നമ്മുടെ ഗൂഗിൾ അമ്മായി ഒരു ഗ്രാമപ്രദേശത്ത് ഇവിടെ തിരിച്ചു വിട്ടു. ഇവിടെ കയറിയതിനു ശേഷം മനസ്സിലായത് ഇങ്ങനത്തെ ഒരു വഴിയാണ്. ചിലപ്പോഴൊക്കെ ഗൂഗിൾ മാപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള വഴിയിൽ കൂടെ കൊണ്ടുപോകും. പക്ഷെ അത് നല്ല റൂട്ടാണ്. കണ്ടാൽ ടാറിട്ട് റോഡാണ്, പിന്നെ ട്രാഫിക് ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊരു നല്ല യാത്ര തന്നെയാണ്. വേണ്ട, ഒരു പേരക്കയുടെ തോട്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചത് ഫ്രഷ് ഇവിടെ വിൽക്കുന്നുണ്ട്. ഫ്രഷ് പേരക്ക. വഴിയിൽ ഇതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമ്മളത് നിർത്തിയിട്ട് അതൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് തന്നെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വഴി. ചില സമയത്ത് ഗൂഗിൾ മാപ്പ് സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ഹൈവേക്ക് പാരലായിട്ട് ഇതുപോലെ റൂട്ട് കാണുമ്പോൾ നമ്മളൊന്ന് കയറി ആ വഴി ഒന്ന് പോകാറുണ്ട്. അത് നേരെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഹൈവേയിൽ തന്നെ ഒന്ന് ജോയിൻ്റ് ആവും. അത് നല്ല രസകരമായിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ്.
അങ്ങനെ നമ്മള് 450 കിലോമീറ്റർ ആയി. ഇനി ഒരു 50 കിലോമീറ്റർ കൂടി ഉള്ളു എത്താൻ. ഒരു മണിക്കൂറൊന്നും വേണ്ട അങ്ങടെ എത്താനായിട്ട്. ഇപ്പൊ സമയം 1:30 ആവുന്നുള്ളൂ. അത് വിചാരിച്ചത് 5 മണിക്ക് എത്തുന്നു. പക്ഷെ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, ഒരു സ്ഥലത്ത് ട്രാഫിക്കും ഇല്ല, ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. നല്ല നൈസായിട്ട് ഇങ്ങ് പോകും. നമ്മള് ഒരു 10-12 മണിക്കൂർ എന്തായാലും എടുക്കാറുണ്ട്. 12 മണിക്കൂർ എന്തായാലും എടുക്കാറുണ്ട്. ഇതിപ്പോ 12 മണിക്കൂർ പോയിട്ട് 10 മണിക്കൂർ ആകുമ്പോഴേക്ക് എത്തുന്ന അവസ്ഥയായി. ഇനി മെയിൻ പ്രശ്നം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണ്. ഞങ്ങള് നല്ല സ്ഥലങ്ങൾ കണ്ടായിരുന്നു, ആ സമയത്ത് വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ 1:30 ആയി. ഇപ്പൊ നോക്കി നടക്കുമ്പോ കാണാനുമില്ല. കുറെ നേരമായി, ഒരു മണിക്കൂറുകളായി ഒരു നല്ല റെസ്റ്റോറന്റ് കാണാനില്ല. അപ്പൊ നമ്മളൊരു വരുമ്പോ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുക നല്ലത്. കാണുമ്പോ കഴിക്കുക. പിന്നെ വിട്ട് പിന്നെ കഴിക്കാന്ന് വെച്ചാൽ അടുത്തതിൽ പിടിക്കാന്ന് വെച്ചാല് ഇത്തിരി ബുദ്ധിമുട്ടും. ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ വിശന്നിട്ടിരിക്കണേ, നോക്കട്ടെ. ഇടയ്ക്ക് ഫ്രൂട്ട്സും കരിമ്പ് ജ്യൂസൊക്കെ കഴിച്ചിരുന്നെങ്കിലും എന്താ പറയാ, നമ്മുടെ ആ ഒരു ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഒരു വിശപ്പ് വരില്ല. ആ ഒരു വിശപ്പിലൊക്കെ ഇരിക്കണം എല്ലാവരും. അമ്മയ്ക്ക് വിശക്കല്ലേ? പറയണ്ട, കുഴപ്പമില്ല. അങ്ങനെ പോണു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഫുഡ് ഇപ്പൊ അടുത്ത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈവേന്ന് വേളാങ്കണ്ണിയിലേക്ക് തിരിയുന്ന ഒരു റോഡാണത്. അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈസിയാണ്. അങ്ങനെ വേളാങ്കണ്ണി എത്താറായി. ഇനിയൊരു 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തും. കുറച്ചു നേരം എല്ലാവരും ഒന്ന് മയങ്ങി. ഞാൻ മയങ്ങിയില്ല. മയക്കം വരുമ്പോഴേക്കും നിർത്തി ഒന്ന് ഇറങ്ങി കയറി. കാരണം ഭക്ഷണത്തിൽ ലേറ്റായിട്ടാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. കുറേ സമയം നടന്നിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചു. പിന്നെ നല്ല ചോറ്, സാമ്പാർ, രസം, പിന്നെ തോരൻ, അങ്ങനത്തെയൊക്കെ ആയിരുന്നു. തമിഴ്നാട് സ്റ്റൈല്. ഇതുണ്ട്, വേളാങ്കണ്ണി എത്തുന്നതിന് മുമ്പുള്ള വഴി സൈഡിലുള്ളതാണ്. വേളാങ്കണ്ണി ചർച്ച് സ്ട്രീറ്റിലേക്ക് തിരിയുന്ന മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ചർച്ചിലേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഹോട്ടലിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ചർച്ചിലോട്ട് തന്നെ പോയി. ചർച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. നല്ല ഒരു തിരക്കുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ചർച്ചിലേക്കുള്ള വഴിയിലൂടെ കുറച്ച് മുമ്പോട്ട് പോയി റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഓപ്പൺ ഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, സേഫാണ്. അപ്പോൾ അവിടെ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. വേറെ വഴിയിലും അവിടെ ഒന്നും ഇടാൻ നമുക്ക് സ്ഥലം കിട്ടാറില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, തെലുങ്ക്, അങ്ങനെ പല ഭാഷകളിലും ഇവിടെ ഡെയിലി കുർബാനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ടൈമിങ്ങാണ് ആ ലിസ്റ്റിലുള്ളത്. പിന്നെ നമ്മുടെ പ്രെയർ റിക്വസ്റ്റ്, നന്ദി പറയൽ, കുർബാന ചെല്ലിക്കാനുള്ളതൊക്കെ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ നമുക്ക് ആവശ്യാനുസരണം എഴുതിയിടാവുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിലേക്ക് പോകുന്ന ഒരു സ്ട്രീറ്റാണിത്. അതിൻ്റെ 2 സൈഡിലും മുഴുവൻ കച്ചവടക്കാരൊക്കെ ആയിട്ട് എപ്പോഴും നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണത്. വെയിലൊക്കെ ഒന്ന് മങ്ങിയതിന് ശേഷം അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അധികം ഇരുട്ടാവുന്ന അനുസരിച്ച് അവിടെ തിരക്കും കൂടും. അപ്പോൾ ആ ഒരു വെയിലൊക്കെ ഒന്ന് മങ്ങിയ ഒരു സമയത്ത് അവിടെ എത്തുവാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ നടന്ന് എല്ലാം കറങ്ങി കണ്ട് തിരിച്ചു പോരാം. അപ്പോൾ ബീച്ചിലിങ്ങനെ നടക്കുകയാണ്. സാധാരണ ഇത്ര നേരത്തെ ഇതുവരെ എത്തിയിട്ടില്ല. ഒറ്റ കൊല്ലം വരുമ്പോൾ ഇത്ര നേരത്തെ എത്താറില്ല. എന്തായാലും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം, കുറച്ചധികം നേരം പള്ളിയിലും സ്പെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായി. എങ്ങനെയുണ്ട് ബീച്ചിൽ ഈവനിങ്? ഇതിപ്പോൾ ഞങ്ങൾ ഈ വർഷം 2ാമത്തെ പ്രാവശ്യം വരുന്നത്. ജനുവരി 2-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആക്ച്വലി പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഈ വർഷം തന്നെ ഒന്നുകൂടി വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചു പോകുന്നതാണ്. എന്തായാലും വന്നത് എന്തായാലും നന്നായി. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് എത്താനും പറ്റി. പിന്നെ ഈ വേളാങ്കണ്ണി ബീച്ച് എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയുള്ള ഒരു ബീച്ചൊന്നുമല്ല. കാരണം ഈ വേസ്റ്റൊക്കെ അവിടെ തന്നെയാണ്. എല്ലാ ഈ കച്ചവടക്കാരായാലും അവിടെ വരുന്നവരായാലും അങ്ങനെ ഒരു വേസ്റ്റ് ഡിസ്പോസലിന് പറ്റിയ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കടലിലായാലും ശരി, കടൽ തീരത്തായാലും ഫുള്ള് വേസ്റ്റുകളാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാറ്. വൃത്തിയൊന്നുമില്ല. മറ്റുള്ള ബീച്ചുകളെ പോലെ ഇറങ്ങി കുളിക്കാം എന്നൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരണ്ട. അത്ര വൃത്തിയൊന്നുമില്ല.
നമ്മുടെ പള്ളിയുടെ മുമ്പിലെത്തി, വേളാങ്കണ്ണി പള്ളിയുടെ. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തി. ഇനി കുറച്ച് സമയം ഇവിടെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം പിന്നെ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി റൂമിൽ പോകും. നമ്മുടെ സെപ്റ്റംബറിലെ പെരുന്നാളാണല്ലോ ഇവിടെ, മാതാവിൻ്റെ തിരുനാളായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ പള്ളിയിൽ പെയിൻറ്റിങ്ങും പിന്നെ ഇലുമിനേഷനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. സമയം ഏകദേശം 6:30. ഇരുട്ടായി വരുന്നേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന കാണിക്കകളൊക്കെ സമർപ്പിക്കുന്ന സ്ഥലമാണിത്. സാരികൾ, അതുപോലെ ആൾരൂപം, സ്വർണം, വെള്ളി, അതുപോലെ പൂമാലകൾ, അതൊക്കെ സമർപ്പിക്കുന്ന സ്ഥലങ്ങളാണിത്. ഓരോന്നിനും ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് അവിടെ സമർപ്പിക്കാം. ഇത് ആ പഴയ പള്ളിയുടെ അകത്ത് തന്നെയാണത്. അകത്തുനിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ വരുന്നൊരു സ്ഥലമാണിത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് വെഞ്ചരിച്ച സാധനങ്ങളൊക്കെ കിട്ടുന്നത്. വെളിച്ചെണ്ണ, തിരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്നൊട്ട് ആ അറ്റം വരെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി വരെ ഇങ്ങനെ മുട്ടുമ്മ നടക്കാവുന്ന ഒരു നേർച്ചകളൊക്കെ ഉണ്ട് ഇവിടെ. മുട്ടുമ്മ നടക്കുന്ന നേർച്ച, പിന്നെ കാലടി ഇങ്ങനെ പതുക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന നേർച്ചയുണ്ട്. അപ്പോൾ അതുപോലത്തെ വഴിപാടുകളൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 1 കിലോമീറ്ററിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ നടക്കുമ്പോൾ കുറേ ഉണ്ട്. മുട്ടുമ്മ നടന്ന് ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തെത്തുമ്പോൾ അവിടെയും ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലും ഇവിടെ നിന്ന് പോകുന്നവരെല്ലാവരും പ്രാർത്ഥിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട്. അവിടെ തിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ തന്നെ ഒരു തൊട്ടടുത്തായിട്ട് നമുക്ക് ഹോളി വാട്ടർ കിട്ടും. അവിടെ നമുക്ക് കുപ്പികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കുപ്പിയിൽ അതൊക്കെ നിറച്ചിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചടങ്ങുകൾ ഇതാണ്. ഇതല്ലാതെ തന്നെ പല ആളുകളും മറ്റേ മരത്തിൽ തൊട്ടിൽ കെട്ടുക, അതുപോലെ താഴൊക്കെ ഇട്ട് ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടുക, അങ്ങനെ പല ഇതുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം ചെയ്യാവുന്നതാണ്. പള്ളിയിലെ പരിപാടികളൊക്കെ തീർത്ത് ഞങ്ങളങ്ങനെ അന്ന് രാത്രി റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം കുർബാനയ്ക്ക് പോവാണ്. നമ്മളിവിടെ വേളാങ്കണ്ണിയിൽ ഒരു ദിവസം വൈകുന്നേരമാണ് എത്തുന്നതുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ എല്ലാ നേർച്ചകളും വഴിപാടുകളൊക്കെ തീർക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ കാണുന്ന വലിയ ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപത്തിന് പുറകിലായിട്ടാണ് ഈ പള്ളി വരുന്നത്. അവിടെ കുർബാനയ്ക്കായിട്ട് അങ്ങോട്ട് വരാം. ഇത് ആണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. നല്ല വലിയൊരു പള്ളിയാണ്. ഇവിടെയാണ് നമ്മുടെ മലയാളം കുർബാന എല്ലാ ദിവസവും രാവിലെ 9 മണിക്കുള്ളത്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ മലയാളം കുർബാനയുണ്ട്. ഞായറാഴ്ച ആയാലും ബാക്കി എല്ലാ ദിവസമായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കുർബാനയുടെയും പങ്കെടുത്തതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. പോകുന്ന വഴിക്ക് ചിലപ്പോൾ സമയമൊക്കെ നോക്കി ചിലപ്പോൾ പൂണ്ടി മാതാ ചർച്ചിലും കയറും. അത് പറഞ്ഞ് കുറച്ച് ദൂരമുണ്ട്. ഇന്നലെ നമുക്ക് ആ വഴി മിസ്സായി പോയി ഹൈവേയിൽ വെച്ചിട്ട്, അതുകൊണ്ടാണ് കയറാൻ. അപ്പോൾ കുർബാനയ്ക്ക് സമയം തുടങ്ങി കയറാൻ പോവാം. പിന്നെ കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അത് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അവിടെയല്ല, ആവേ മരിയ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലിങ്ങനെ ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് അതിനൊരു കുമ്പസാരമുണ്ട്. അതിൻ്റെ ടൈമിങ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ രാവിലെ ഇങ്ങനെ ഒരു 6:30 തൊട്ട് 8 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 11 മണി മുതൽ 12 മണി 1 മണി വരെ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഉണ്ട്. അതവിടെ എത്തുമ്പോൾ നമ്മുടെ ആ ഒരു ആവേ മരിയ എന്നുള്ള ബിൽഡിങ്ങിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കിട്ടുന്നതാണ്. അതുകൂടാതെ ഒരുപാട് വഴിപാടുകളുണ്ട് ഇവിടെ.
കാരണം എല്ലാ മതസ്ഥരും വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റേതായ രീതികളുണ്ട്. കുർബാന കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിക്കുകയാണ് ഇനി നാട്ടിലേക്ക്. കാരണം ഇന്നലെ ബാക്കി എല്ലായിടത്തും പോയത് പ്രാർത്ഥിക്കും, വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേർച്ചയൊക്കെ. അപ്പോൾ ഉള്ള നേരത്തെ ഇനി തിരിക്കാം. മലയാളികളുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പള്ളിയിൽ പകുതി ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഒരു തുടങ്ങിയൊരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ ഫുള്ളായി. ഇത് ഈ കോമ്പൗണ്ടിൽ നമുക്ക് വണ്ടി ഇടാൻ പറ്റും. ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അവിടെ തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ കണ്ട 508 കിലോമീറ്ററായി. കാരണം അവിടെ വരാൻ ഏകദേശം 500 കിലോമീറ്റർ എടുത്തു. പിന്നെ ഒരു ഇവിടെ അതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങിയത്. ഇവരെ പള്ളിയിൽ നിന്ന് ഇറങ്ങുക. കുർബാന കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പിടിക്കുന്നു. പ്രാർത്ഥിച്ചില്ലേ? എന്തായി? അപ്പോൾ പിന്നെ നമുക്ക് വിചാരിച്ചാലും കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് എത്തിയല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ ഇപ്പോൾ 10:15 നമ്മൾ തിരിക്കുകയാണ്. കാരണം കുർബാനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിന്നത്. കുർബാന മലയാളം കുർബാന എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് 2025 ഓഗസ്റ്റ് 4 ആയിരുന്നു ഇന്നലെ. ഇന്ന് 5 തീയതി. അപ്പോൾ 2 ദിവസത്തേതായിരുന്നു. നമ്മുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് രാത്രി ഒരു 12 മണിയാകുമ്പോൾ വീട്ടിലെത്തേണ്ടതാണ് തൃശ്ശൂർ. വേണ്ട മാങ്ങ വാങ്ങിയിട്ടുണ്ട്. ചെത്തുക ഒരു 6 കിലോ വാങ്ങി. നല്ലതിൽ ചീപ്പായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. മാമ്പഴം, നീലൻ മാമ്പഴമാണെന്ന് തോന്നുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. കൃഷി ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനെ ഈ ആടുകൾ, മാടുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണാം. പിന്നെ ഈ പഴയ രീതിയിലുള്ള തേര്, അമ്പലങ്ങൾ, പിന്നെ നെൽവയലുകൾ, അങ്ങനെ പല നല്ല നല്ല കാഴ്ചകളുണ്ട് പോകുന്ന വഴിക്ക്. ബോറടിക്കാത്തൊരു യാത്ര തന്നെയാണ്. പിന്നെ ഇതൊരു കാളച്ചന്തയില്ലേ, മാട്ടുചന്തയോ എന്തോ അങ്ങനത്തെ ഒരു ചന്തയിലിങ്ങനെ പശുവിനെയും കാളകളെയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആ ഒരു സംഭവമാണിത്. നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പകുതി ദൂരം പിന്നിട്ടു. ഇപ്പോൾ മൊത്തത്തിൽ ഒരു 770 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് മൊത്തം അപ്പ് ആൻഡ് ഡൗൺ ഒരു 1000 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 225 കിലോമീറ്റർ കൂടെ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല മഴ കിട്ടി. നമ്മുടെ ട്രിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഇപ്പോൾ നല്ല മഴ. നല്ല മഴ കേട്ടോ പോണ വഴിക്ക്. നല്ല മഴയല്ല, ഒരു ചെറിയൊരു മഴ. ശക്തമായ ഒരു മഴയില്ല, പക്ഷെ ഒരു ചെറിയൊരു മഴ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. Messing with my head again. You had your heart set on me, but this feels like നമുക്കൊരു 200 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് സ്ഥലം ഫുള്ള് കാറ്റാടികൾ, നമ്മുടെ കൊടൈക്കനാൽ മലനിരകൾ, ഭയങ്കര കാറ്റ്. ഓടൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല. അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട്? ഭയങ്കര കാറ്റില്ലേ?